ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഡേ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളം കൊടുത്ത് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം. പ്രായഭേദമില്ലാതെ ഇപ്പോൾ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് നര. ഇത് പരിഹരിക്കാൻ നമ്മൾ പലതരത്തിലുള്ള വഴികളും നോക്കുന്നുണ്ട്. മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഡൈകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതൊന്നും പരീക്ഷിച്ചിട്ടും വളരെ പെട്ടെന്ന് നര വരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഭൂരിഭാഗം വരെ അലട്ടുന്നുണ്ട്. എന്നാൽ ഇനിയും അങ്ങനെ സംഭവിക്കില്ല. വെറും ഒറ്റ തവണത്തെ ഉപയോഗത്തിലൂടെ നിങ്ങൾക്ക് എത്ര മാസങ്ങളോളം മുടി കറുപ്പായിട്ട് കഴിയാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനകത്ത് ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് തേയിലപ്പൊടി അഥവാ ചായപ്പൊടിയാണ്. അത് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഹെയറിന് വളരെ നല്ലതാണ്. കളർ നൽകാനും ഷൈൻ നൽകാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി അഥവാ തേയിലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂണാണ്. നമുക്ക് പിന്നെ വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടി നമുക്ക് 2 ടീസ്പൂൺ ചായപ്പൊടിയാണെങ്കിൽ 4 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നെല്ലിക്കാപ്പൊടി മുടിക്ക് ഗ്രോത്ത് നൽകാനും കളർ നൽകാനും താരൻ മാറാനും എല്ലാം വളരെയധികം നല്ലതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് 4 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, നമ്മളിത് തയ്യാറാക്കുമ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ നമ്മൾ എടുത്തിരിക്കണം. ഇരുമ്പ് ചീനിച്ചട്ടിയിൽ തയ്യാറാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 100% റിസൾട്ട് കിട്ടത്തുള്ളൂ. എത്ര പഴകിയ നരയാണെങ്കിലും നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ ചൂടിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം ഇത് നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റിൽ. അതുപോലെ തന്നെ ചെറിയ തീയിൽ നമുക്കിത് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരു കാരണവശാലും ഇത് കരിയാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ ചൂടിൽ തന്നെ നമ്മളിത് വറുത്തെടുക്കണമെന്ന്. ഒട്ടും കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു നല്ല റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കരിയരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തണുക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ പലതരത്തിലുള്ള ഡൈ ഉപയോഗിച്ച് സൈഡ് എഫക്റ്റ് ഒക്കെ ആയി, ചൊറിച്ചിലും ഒക്കെ ആയി, പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ളവർക്ക് ഈ ഒരു ഡൈ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. 1 മാസമെങ്കിലും ഈ ഒരു ഹെയർ ഡൈ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഡൈ ഇവിടെ നല്ലപോലെ ഒന്ന് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇതാ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്കൊന്ന് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ ഞാനിവിടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ പൊടിച്ചെടുത്തത് നമ്മൾ വീണ്ടും ഈ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം നമ്മളിതൊരു മിക്സിയുടെ ജാറിലൊക്കെ പറ്റിയിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് മിക്സി ഒന്ന് കഴുകി നമുക്ക് ഈ ഒരു ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം തന്നെ നിങ്ങൾക്കിത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. അതിന് ശേഷം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറ്. ഇനി ഇത് കുറുകി വരുമ്പോഴേക്കും നല്ല ബ്ലാക്ക് കളറാവും. അതിൻ്റെ കൂടെ ഇരുമ്പ് ചീനിച്ചട്ടി ആകുമ്പോൾ ആ ഒരു ചീനിച്ചട്ടിയുടെ ആ ഒരു എസൻസ് എല്ലാം ഈ ഒരു ഡൈക്കകത്തായിട്ട് ഇറങ്ങും. അത് നമുക്ക് ഹെയറിന് വളരെ നല്ലതാണ്. ഹെയറിൻ്റെ ഗ്രോത്തിനും അതുപോലെ നല്ല കറുപ്പാകാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ കണ്ടില്ലേ, നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പാകത്തിൽ ആവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. അപ്പം നമുക്കിതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഇരുന്നും കൂടെ നമ്മുടെ ഒന്ന് വറ്റിപ്പോകും. അപ്പം കുറച്ചുകൂടെ വെള്ളമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല കറുപ്പായിട്ടുണ്ട് ഈ ഒരു ഡൈ.
അപ്പോൾ അതാ നമ്മുടെ ഹെയർ ഡേ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ദിവസം ഈ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിവിടെ ഏതെങ്കിലും ഒരു പാത്രമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അടച്ചു വെക്കാമെന്നാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. പേപ്പർ വെച്ച് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം ഇതുപോലെ വെച്ചിട്ട് പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്നെടുക്കാം. അപ്പോൾ അതാ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻഡിഗോ പൗഡർ അഥവാ നീലയമരിപ്പൊടി. അത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് തരുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവാനും തിക്കായിട്ട് വളരാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതോടെ നമ്മൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നരയൊക്കെ കൂടുതലുള്ളതും പഴക്കമുള്ളതും ഒക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂണിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ നീലയമരിപ്പൊടി അഥവാ ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നല്ലപോലെ കുഴഞ്ഞിരിക്കുകയാണ്, അപ്പം നല്ലപോലെ നമുക്കൊന്ന് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചെറിയൊരു ചൂടോട് കൂടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു നെല്ലിക്കാപ്പൊടിയും തേയിലപ്പൊടിയും ഈ ഒരു നീലയമരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഹെയറിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെയധികം നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാനും മുടി തഴച്ച് വളരാനും മുടിക്ക് നല്ല കട്ട കറുപ്പ് കിട്ടാനും അകാല നര ഇല്ലാതാവാനും മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടാനും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ 3 ഇൻഗ്രീഡിയൻസും. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹെയർ ഡേ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഹെയർ ഡേ ആണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് മിക്കവാറും ഇതൊരു 20-30 ദിവസം വരെയൊക്കെ നിൽക്കും. അതല്ല എങ്കിൽ മാസത്തിൽ ഒരിക്കൽ മാത്രം നിങ്ങളിത് അപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം. ഇത് നമ്മൾ ഏകദേശം മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഹെയറിൽ അപ്ലൈ ചെയ്തിരിക്കണം. തലേ ദിവസം നമ്മൾ ഷാമ്പു ഇട്ട് എണ്ണമയമുള്ള മുടിയിൽ പറ്റരുത്. ഷാമ്പു ഇട്ട് മൈൽഡായിട്ടുള്ള ഷാമ്പു ഇട്ടിട്ടൊന്ന് കഴുകി മുടിയല്ലേ എണ്ണമയമൊക്കെ കളഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹെയറിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂറിന് ശേഷം സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. നിങ്ങൾക്ക് കഴുകിക്കളഞ്ഞതിന് ശേഷം ആ ദിവസവും പിറ്റേ ദിവസവും നിങ്ങൾ ഷാമ്പു തേക്കരുത്. അതിനുശേഷം നിങ്ങൾക്ക് ഷാമ്പു ഒഴിച്ച് തല കഴുകാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ഈ ഒരു ഹെയർ ഡേ യൂസ് ചെയ്ത് നോക്ക്. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ആർക്കും ചെയ്യാവുന്ന, പ്രായമായവർക്കും ചെറുപ്പമായിട്ടുള്ളവർക്കും ഒക്കെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അകാല നര വരുന്നവർക്കും ഒക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ഹെയർ ഡേ, നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയി, ഇതൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്തിരിക്കണം. കാരണം നീലയമരി നമ്മളിതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 10 മിനിറ്റ് കൂടുതൽ വെച്ച് ഇരിക്കരുത്. അതിനു മുമ്പേ അപ്ലൈ ചെയ്യണം.